പാലക്കാട്ട് ബ്രൂവറിക്ക് അനുമതി നൽകിയതിലെ ക്യാബിനറ്റ് നോട്ട് പുറത്ത്. പ്രതിപക്ഷ നേതാവാണ് നോട്ട് പുറത്തുവിട്ടത്. അനുമതി നൽകിയതിൽ മറ്റു വകുപ്പുകളുമായി ഒന്നും ഒരു നിലയ്ക്കുമുള്ള ആശയവിനിമയവും നടന്നിട്ടില്ല എന്ന് ക്യാബിനറ്റ് നോട്ട് പറയുന്നു. KR സാജു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. സാജു, പ്രതിപക്ഷ നേതാവ് പുറത്തുവിടുന്ന ഈ നോട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന സംഗതികൾ എന്തൊക്കെയാണ്? നിഷാദ്, ഇത് ക്യാബിനറ്റിലേക്ക് വരുന്നതിന് മുമ്പ് എക്സൈസ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മാത്രമേ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാമായിരുന്നുള്ളൂ എന്ന് ആണ് പ്രതിപക്ഷം നേരത്തെ ആരോപിച്ചിരുന്നത്. ആരോപണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ക്യാബിനറ്റ് നോട്ട്. ഈ ക്യാബിനറ്റ് നോട്ടിൽ ആറാമതായി ഒരു ചോദ്യമുണ്ട്. ഇത് മറ്റു വകുപ്പുകളുമായി കൂടിയാലോചന നടത്തിയിരുന്നോ? അങ്ങനെ കൂടിയാലോചന നടത്തിയിരുന്നെങ്കിൽ ആ വകുപ്പുകളുടെ അഭിപ്രായം ഈ നോട്ടിൽ കുറിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇല്ല എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് മറ്റു വകുപ്പുകളുമായി ക്യാബിനറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരാശയവിനിമയം നടന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും വിശദീകരിക്കുന്നത്. അതായത് ജലവിഭവ വകുപ്പ് മന്ത്രി അടക്കം ജലത്തിന്റെ ചൂഷണം ഉണ്ടാവില്ല എന്ന് നേരത്തെ പുറത്തു വിശദീകരിച്ചിരുന്നു. പക്ഷേ ക്യാബിനറ്റിൽ എത്തുന്നത് വരെയും അവർക്ക് പദ്ധതിയെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. കൃഷിമന്ത്രിയുടെ പക്കലേക്കും ഈ ഫയൽ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതായത് വിളകൾ ഇതിനകത്ത് അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും കൃഷിമന്ത്രി അടക്കമുള്ളവരുടെ പരിഗണനയ്ക്ക് ഈ ഫയൽ അയക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജലം ചൂഷണം ഉണ്ടാവില്ല എന്ന് പറയാനായി ഈ കമ്പനിയെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന രീതിയിലുള്ള ക്യാബിനറ്റ് നോട്ടാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടാണ് ഇതിനായി ഉദ്ധരിക്കുന്നത്. റെയിൻ ഹാർവസ്റ്റിംഗ് പ്രോജക്റ്റ് കമ്പനി തന്നെ നടത്തും, അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ജലചൂഷണവും ഉണ്ടാവില്ല എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ജലവിഭവ വകുപ്പ് മന്ത്രി പുറത്തു പറഞ്ഞ, അല്ലെങ്കിൽ പിന്നീട് മുഖ്യമന്ത്രി അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയും ഒക്കെ വിശദീകരിച്ച കിൻഫ്രയിൽ നിന്നും ജലം എടുക്കും എന്നതടക്കമുള്ള വാദങ്ങളൊന്നും ക്യാബിനറ്റ് നോട്ടിലില്ല. അതിനകത്ത് ജലചൂഷണം ഉണ്ടാവില്ല എന്ന് പറയാൻ റെയിൻ ഹാർവസ്റ്റിംഗ് പ്രോജക്റ്റ് കമ്പനി നടപ്പിലാക്കും എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരുന്നത് പോലെ തന്നെ ക്യാബിനറ്റ് നോട്ടിലും കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. അത് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ വളരെ മികവാർന്ന പ്രവർത്തനം നടത്തുന്ന കമ്പനിയാണ് എന്നതടക്കമുള്ള പരാമർശങ്ങൾ എക്സൈസ് കമ്മീഷണറുടേതായി എടുത്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ ഈ ക്യാബിനറ്റ് നോട്ടിൽ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷം ഇതുവരെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞു നടത്തിയ ചർച്ചയിൽ കൂടിയാണ് ഇതിന് അനുമതി നൽകിയത് എന്നാണ്. ആ ആരോപണങ്ങളെ കൂടുതൽ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ക്യാബിനറ്റ് നോട്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിന് സർക്കാർ തലത്തിൽ പറയുന്ന മറുപടി, ഒരു ബിസിനസ് പ്രപ്പോസൽ വരുന്നു, ആ ബിസിനസ് പ്രപ്പോസലിന് പ്രാഥമിക അനുമതി നൽകുകയും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആ പ്രാഥമിക അനുമതി നൽകുന്ന ഘട്ടത്തിൽ ഇത് മറ്റു വകുപ്പുകൾ ഈ ഫയലുകൾ കാണേണ്ടതില്ല എന്ന തീരുമാനമാണ്. പക്ഷേ ഇലപ്പുള്ളി പോലെ ജലദൗർബല്യ പ്രശ്നങ്ങൾ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ജലചൂഷണത്തിന് ഇടയാക്കുമോ എന്ന കാര്യത്തിൽ എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് മാത്രം മതിയോ ഇതിന് പ്രാഥമിക അംഗീകാരം നൽകാൻ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുന്നുണ്ട്. ഇത് പുറത്തുവിട്ടുകൊണ്ട് എക്സൈസ് മന്ത്രി നിരന്തരം ആവർത്തിക്കുന്ന ഒരു വാദം ക്യാബിനറ്റ് നോട്ടിൽ പൊളിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് മാത്രമാണ് 2023-24 നയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വന്ന കുറിപ്പിൽ സമ്മതിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ ബലത്തിലാണ് എഥനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ്സ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ്, ബ്രൂവറി മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈൻ പ്ലാന്റ് എന്നിവയ്ക്ക് ഒറ്റയടിക്ക് അനുമതി നൽകിയിരിക്കുന്നത് എന്നുകൂടി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നു. അത് എക്സൈസ് മന്ത്രി ഇതുവരെ ഉന്നയിച്ച വാദങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന കാര്യവും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റു വകുപ്പുകളുമായി കാര്യമായ കൂടിയാലോചനയൊന്നും ഇല്ലാതെയാണ് ഇത്രയും വലിയ ഒരു പദ്ധതി ക്യാബിനറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്. ജലത്തിന്റെ ഉപയോഗം വലിയ തോതിൽ വേണ്ടതാണ്. നമുക്കറിയാം, ഒരു മദ്യനിർമ്മാണശാല എന്ന് പറയുന്നത്. അപ്പോൾ ജലവിഭവ വകുപ്പുമായി പ്രാഥമികമായ ചില കൂടിയാലോചനകൾ ആവശ്യമായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. ജലവിഭവ വകുപ്പ് മന്ത്രി എന്തു പുറത്തു വന്നാലും വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് സീനിയർ സൂപ്രണ്ട് നേരത്തെ വിശദീകരിച്ച കാര്യം നമുക്കറിയാം. ഇവർ മദ്യനിർമ്മാണശാലയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടല്ല അവിടുന്ന് ഒരു അനുമതി പത്രം വാങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ മന്ത്രിമാർ പുറത്തു വിശദീകരിച്ചതിന് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. ക്യാബിനറ്റിൽ എത്തുന്നത് വരെയും അവരിൽ പലരും അജ്ഞരായിരുന്നു ഈ പ്രൊജക്ടിനെ കുറിച്ച് എന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നിഷാദ്.
വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് KR സാജു തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനും MP രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയും മാത്രം അറിഞ്ഞാണ് എന്നതാണ്. മറ്റ് വകുപ്പുകളുമായി ഇക്കാര്യത്തിൽ കൂടിയാലോചന ഉണ്ടായില്ല. നിയമവകുപ്പുമായോ ധനവകുപ്പുമായോ ജലവിഭവ വകുപ്പുമായോ പോലും ഒരാലോചനയും കൂടാതെയാണ് പ്രാഥമിക അനുമതിയിലേക്ക് പോയത് എന്ന നിർണായകമായ വിവരമാണ് പുറത്തുവരുന്നത്. അസാധാരണമായ നീക്കങ്ങൾ ഈ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ ആരോപണത്തെ കൂടുതൽ സാധൂകരിക്കുകയോ കൂടുതൽ ബലം നൽകുകയോ ചെയ്യുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രാഥമികമായ അനുമതി നൽകുമ്പോൾ എല്ലാ വകുപ്പുകളുമായും കൂടിയാലോചിക്കുന്ന ബൃഹത്തായ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ വാദമെങ്കിൽ നോക്കൂ, പാലക്കാട്ടെ എലപ്പുള്ളിയിൽ ജലക്ഷാമമുള്ള മഴനിഴൽ പ്രദേശമായ പാലക്കാട് ഇങ്ങനെ ഒരു പദ്ധതി അനുവദിക്കുമ്പോൾ അതിനകത്ത് മതിയായ കൂടിയാലോചന വേണ്ടതില്ലേ? അതിന് സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. ഇത്ര ഒരു വലിയ പദ്ധതിക്ക് അനുമതി കൊടുക്കുകയാണ്. ബ്രൂവറി, ഡിസ്റ്റിലറി, ബോട്ടിലിംഗ് പ്ലാന്റിന് അനുമതി കൊടുക്കുമ്പോൾ അതിന് നയപരമായ ആലോചന വേണ്ടതില്ലേ എന്ന കാര്യത്തിൽ സർക്കാർ മറുപടി പറയേണ്ടതാണ്. ഒപ്പം തന്നെ ഈ കമ്പനി ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, മഴവെള്ള സംഭരണിയിലൂടെ മാത്രം ഇത്രയും അധികം വെള്ളം എന്ന് വെച്ചാൽ ഒരു ദിവസം 50,000 ലിറ്റർ വെള്ളം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയാൽ ഒരു ദിവസം 5 ലക്ഷം ലിറ്റർ വേണ്ട ഒരു ആവശ്യമുള്ള ഒരു കമ്പനി മഴവെള്ള സംഭരണിയുടെ ജലം മുഴുവൻ എടുത്തുകൊള്ളുമെന്ന് പറഞ്ഞാൽ അതിലെ സാമാന്യ യുക്തിയുടെ പരിശോധന വേണ്ടിയിരുന്നില്ലേ? അതിനകത്ത് എല്ലാ വകുപ്പുകളുമായും എല്ലാ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനകൾ, അവരുടെ NOCകൾ എന്നിവ ഇല്ലാതെ എങ്ങനെയാണ് അനുമതി കൊടുത്തതെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതിനകത്ത് ഉയർന്നു വരികയാണ്. പാലക്കാട്ടെ ബ്രൂവറി അനുമതിയുമായി ബന്ധപ്പെട്ട് അസാധാരണമായ ചില സംഗതികൾ ക്യാബിനറ്റിൽ നടന്നുവെന്ന് മനസ്സിലാക്കുന്ന നോട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KR സാജു എന്നോടൊപ്പം തുടരുന്നുണ്ട്. സാജു, ഈ കാര്യത്തിൽ സർക്കാർ ഓൾറെഡി ഒരു വിശദീകരണം നൽകി കഴിഞ്ഞോ? അതായത് ഒരു വിശാലമായ കൂടിയാലോചനയുടെ ഒരു ആവശ്യവുമില്ലാത്ത ഒരു സംഗതി എന്ന് ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് സർക്കാർ പറഞ്ഞ ന്യായം എന്താണ്? തുടക്കം മുതൽ തന്നെ ഈ ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ച വാദമാണ് എക്സൈസ് മന്ത്രി അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെ അടിസ്ഥാനമാക്കി ഒരു പ്രൊജക്ട് സർക്കാരിന് മുന്നിലേക്ക് വരുന്നു. അതൊരു ബിസിനസ് പ്രപ്പോസലാണ്. ആ ബിസിനസ് പ്രപ്പോസൽ ആവുമ്പോൾ അതിന് പ്രാഥമിക അനുമതി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി, പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയും. ആ പ്രാരംഭ അനുമതി നൽകുന്ന കാര്യം മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് സർക്കാർ വാദിക്കുന്നത്. അതിനർത്ഥം ഈ പദ്ധതിയുടെ ബാക്കി കാര്യങ്ങൾ നടക്കണമെങ്കിൽ ബാക്കി എല്ലാ അനുമതികളും കമ്പനി നേടിയെടുക്കണം എന്ന കാര്യമാണ്